അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. റമദാനായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ചിക്കൻ കോൺ, ഞാനിട്ട പേരാണ് ചിക്കൻ കോൺ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തിരുന്നു, പക്ഷെ അതുപോലെയല്ല ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ കണ്ട വീഡിയോയിൽ സ്മോക്ക് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചിക്കൻ കോണാണ്. അപ്പം ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ട്. ഓണിയൻ, ഗ്രീൻ ചില്ലി, പിന്നെ ഇത് ആക്ച്വലി കാണുന്നുണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ സേമിയ പൊടിയോ സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുണ്ടല്ലോ, അതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഞാനിവിടെ നൂഡിൽസിൻ്റെ ആ ഒരു ഞാൻ തന്നെ ക്രഷ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. നൂഡിൽസിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുണ്ട്. അയ്യോ, പിന്നെ ആവശ്യത്തിന് മയോണൈസ് ഉണ്ട്, ഓയിൽ ഉണ്ട്, സൺഫ്ലവർ ഓയിൽ, പിന്നെ കുമിൻ സീഡ് ഉണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചീസ്, സോസ്, പെപ്പർ, ചില്ലി, അങ്ങനെ. ഓക്കെ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളത്. ഇത് നമ്മുടെ ടർമറിക് പൗഡർ, പിന്നെ സോയാ സോസ്, കുറച്ച് സോൾട്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡൗ ആക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബൗളിൽ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചിട്ട്, പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു ബാറ്റർ ആക്കിയെടുക്കണം, ഒരു ഡൗ ആക്കി എടുക്കണം. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനൊരു 1 കപ്പ് ഒരു അളവിലുള്ളൊരു ഈ ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 1 ടീസ്പൂൺ അത്ര മതി, ഒരു 1 ടീസ്പൂൺ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് വെച്ച് നമുക്ക് ഇടാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതും ഒരു ടീസ്പൂൺ മതിയാവും. ഓക്കെ, ഒരു ടീസ്പൂൺ ഓയിൽ. ഓക്കെ, ഒരു ടീസ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കത് ഒരു ഡൗ ആക്കി എടുക്കാം. ഓക്കെ, ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ ആക്ച്വലി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിനൊക്കെ പോയി വന്നപ്പോൾ നല്ല ടയർഡായി. അപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡേ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും ക്ലാസ് ഇല്ല, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ അതിനനുസരിച്ച് ഞാൻ പോയതാണ്. അപ്പം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ വീഡിയോയിൽ അവർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചിക്കനും കൂടി ഇട്ട് അങ്ങനെ ആക്കുന്നതാണ്. പക്ഷെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കാം, ചിക്കനിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ചില്ലി പൗഡർ, ചില്ലി പൗഡറും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി കേട്ടോ. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി ടർമറിക് പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ 1 എഗ്, പിന്നെ
സോയാ സോസ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറാണ് കുറച്ച്. അപ്പം നമ്മൾ ഈ ബാറ്ററിലോട്ടേക്ക് ആവശ്യത്തിന് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചില്ലി, ടേമറിക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ എന്താ പെപ്പർ പൗഡർ, സോൾട്ട്, സോയാ സോസ്, പിന്നെ 1 എഗ്ഗ്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ കോൺഫ്ലവർ പൗഡർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതും കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്ത്. ഓക്കെ. അപ്പോൾ ആ ചിക്കനും റവും റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് പാന് ചൂടാവണം. അപ്പം നമുക്കിനി 1 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് ഓയിൽ, ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ കുമിൻ സീഡ്, ഈ ഒരു കുമിൻ സീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചില്ലി ചോപ്പ് ചെയ്തതാണിത്, അതിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 2 ചില്ലി ചോപ്പ് ചെയ്തതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ഈ ഒരു പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ഓൾറെഡി ബാറ്റർ ചെയ്ത് വെച്ച ചിക്കന് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് നന്നായി നമുക്ക് കുറച്ച് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഇങ്ങനെ ചെയ്തു. ഇത് നന്നായി കുക്ക് ചെയ്ത് വരണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇത്രയും ആയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒരു ഓണിയന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് 1 മിനിറ്റോളം നമ്മളത് വഴറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇടാം. ഇവിടെ ആയിരിക്കും ക്യാപ്സിക്കം അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓണിയൻ മാത്രം ഇടുന്നത്. അപ്പം നമ്മൾ ഉള്ളി നല്ലോണം ഇങ്ങനെ വഴണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇടേണ്ടത് കുറച്ച് പെപ്പർ പൗഡർ. അപ്പം ഗൈസ് നമ്മൾ ആവശ്യത്തിന് പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ്,
ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആവശ്യത്തിന് ഉപ്പിട്ടിന്, എന്നാലും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒരു 2 to 3 മിനിറ്റ് മാറ്റി കൊടുക്കും. ഇത് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഒരു ബൗൾ സെർവ് ചെയ്ത് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ചീസ് വേണ്ടുന്നവർ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ആവശ്യത്തിന് ചീസും പിന്നെ മയോണൈസും. ഓക്കെ, മയോണൈസും ആവശ്യത്തിന് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാല മാറ്റുക. ഇനി നമ്മൾ നേരത്തെ ഡവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാം. ഓക്കെ, നമ്മൾ ഡവ് പരത്തുന്നതിന് മുമ്പേ നമ്മൾ മൈദ, 1 കപ്പ് മൈദയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഗമ്മ് രീതിയിലാക്കി എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കും. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മൈദൻ്റെ ആ ഒരു മൈദ വാട്ടർ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ അടുത്തത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ഡബ് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, അത്യാവശ്യം വേണ്ടുന്ന രീതിയിലുള്ള ബോൾസ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ബോൾ രീതിയിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിനി സമൂസ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഓക്കെ, കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ ഇത് പരത്തിയെടുക്കണം. ഓരോന്നായിട്ട് എല്ലാം ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വേറൊരു ഫോണിലാണ് എടുക്കുന്നത്, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. അപ്പോൾ ഇങ്ങനെ എല്ലാം എൻ്റേത് കുറച്ച് ഷേപ്പ്ലെസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡവ് ആക്കി പരത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പരത്തിയെടുക്കാം. പിന്നെ അത് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തിന് കേട്ടോ, വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മൈദയും വെള്ളവുമാക്കി ആ ഒരു ഗമ്മ്, പിന്നെ ഇതാ നമ്മുടെ മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല. പിന്നെ നടുക്കുന്നത് നമ്മളിങ്ങനെ ഹാഫാക്കിയിട്ടാണ് കോണാക്കുന്നത്. പല രീതിയിലാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. സമൂസ പോലെ 4 കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കോണാക്കിയെടുത്ത ശേഷം നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് ആ ഒരു ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മസാല നിറച്ച് കൊടുക്കുന്നത്. മസാല നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാറ്ററിൽ, ആ മൈദ ആ ഒരു ബാറ്ററിൽ ഒന്ന് നമ്മൾ ഡിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു കോൺ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ നൂഡിൽസിൻ്റെ ആ ഒരു പൊടിച്ച് വെച്ച ആ ഒരു ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ആ സമയത്ത് ഞാൻ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് സ്നാക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ വേർമിസെല്ലി ആണെങ്കിൽ കുറച്ചും കൂടി
നല്ലോണം ഇങ്ങനെ നിൽക്കും. ഇത് നൂഡിൽസിൻ്റെതായതുകൊണ്ട് കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഫൈനലായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.